ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ മോഹൻലാലിൻ്റെ ഫിലിം റിലീസായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ കരുതി നല്ല റിവ്യൂസൊക്കെ കേട്ട സ്ഥിതിക്ക് എന്തായാലും പോകാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊന്നും അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നോക്കിയിട്ട് അവസാനം നമ്മുടെ തൊട്ടടുത്ത് കേച്ചേരിയിൽ തന്നെ സവിത തിയേറ്ററിൽ നമ്മൾക്ക് കുറച്ച് അടുത്തായിട്ട് ടിക്കറ്റ് കിട്ടി. ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ ഫ്രണ്ട് റോ ആയിട്ടാണ് കിട്ടാറ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം ബാക്കിലുമാണ്, എന്നാൽ അത്യാവശ്യം നോക്കുമ്പോൾ ഓക്കെ ഫ്രണ്ടിലുമാണ്. അങ്ങനെ ഒരു മിഡിൽ സീറ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വൈകുന്നേരം 3 മണിക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി. ഞാനും അച്ഛനും അമ്മയും പിന്നെ മക്കളുമാണ് ഉണ്ടായിരുന്നത്. 4 പേർക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേട്ടോ. 4 പേരായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ദച്ചൂസ് പിന്നെ മടിയിലിരിക്കും കേട്ടോ, അവൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരുവിധ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കാരണം നമ്മൾ 2:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, തൊട്ടടുത്താണല്ലോ വെച്ചിട്ട്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം എല്ലാ ആൾക്കാരും വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ധ്രുവക്കുട്ടി ചിപ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ചിപ്സൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ കയറിയത്. പിന്നെ അവർ പിന്നെ അറിയാമല്ലോ സിനിമയ്ക്ക് വരുന്നത് തന്നെ തിന്നാനും അതുപോലെ ജ്യൂസ് കുടിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമല്ലോ. കുട്ടികൾ പിന്നെ ഇതൊക്കെ മനസ്സിലാച്ചിട്ടല്ലേ വരും, കാരണം സിനിമയൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. പക്ഷെ അവർ രണ്ടുപേരും സിനിമ കാണാനൊക്കെ ഇരുന്നു കേട്ടോ. ഫുൾ ടൈം ഇരുന്നു, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ സിനിമ കാണാനൊക്കെ ഇരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുകയും ചെയ്തു കേട്ടോ. നല്ല ഫിലിമായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. 6 മണിയായപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ 3 മണിക്ക് ഷോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വരാൻ പെട്ടെന്ന് നമുക്ക് പറ്റും കേട്ടോ. കാര്യം അടുത്താണ് തിയേറ്റർ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്, നമ്മൾ പെട്ടെന്ന് തന്നെ വരാൻ പറ്റി. നമുക്ക് ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഫിലിമിനെ പറ്റി പറയാൻ നല്ല അടിപൊളി ഫിലിമാണ്, ഫാമിലി ഫിലിമാണ്. ഫാമിലി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം നമുക്ക് കാണാനുള്ളത് ഭയങ്കര അടിപൊളി വിഷ്വൽ ട്രീറ്റാന്ന് പറയാം. ഭയങ്കര ഒരു ത്രില്ലർ ഫിലിമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫിലിമിനെ കുറിച്ച് കുറച്ച് ഞാനൊന്ന് പറയാം. കാര്യം ഞാൻ ഒരുവിധ റിവ്യൂസൊക്കെ കേട്ടപ്പോൾ അതിലവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ കുഞ്ഞു കാര്യം കേട്ടോ. കാര്യം ഇതിൽ മെയിനായിട്ടൊരു കാറിനെ ചുറ്റിപ്പറ്റിയായിട്ടോ നടക്കുന്നത്. മോഹൻലാലിൻ്റെ കാറിനെ പറ്റിയിട്ട് മോഹൻലാലിൻ്റെ കാറെന്ന് ചെയ്യാൻ സ്വന്തം മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന കാറാട്ടോ. അപ്പോൾ അതിന് പെട്ടെന്ന് ഒരു ദിവസം പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷമാണ് ബാക്കി മെയിൻ സ്റ്റോറി ഇതിൽ വരുന്നത് തന്നെ കേട്ടോ. നമ്മൾ ഇൻ്റർവെല്ലിന് ശേഷം എന്താ പറയുക, നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു തുടങ്ങി എന്താണ് കാര്യം എന്നൊക്കെ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ സ്റ്റോറി, ഈ ഫിലിം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഫസ്റ്റ് ഇൻ്റർവെൽ വരെ, ഫസ്റ്റ് ഹാഫ് വരെ ഒരു സാധാരണ നോർമൽ ഫിലിം ഒക്കെ കാണുന്ന പോലെയായിരിക്കും നമുക്ക്. പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം അത് വേറൊരു ത്രില്ലറിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളി പടമാണ്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച മോഹൻലാൽ തന്നെ പറയാം കേട്ടോ. കാര്യം നമുക്കൊക്കെ നമ്മുടെ മോഹൻലാൽ, നമ്മൾ കണ്ടു നടക്കുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റണ്ടും എല്ലാം മുണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സ്റ്റണ്ടും ഒക്കെ ആയിട്ട് ഫൈറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ളതല്ലേ. എന്താ പറയാ, ഒരു പണ്ടത്തെ ഇതിലേക്ക് പോയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടോ. കാര്യം അത്രയും നല്ലതായിട്ട് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് ഫൈറ്റ് സീൻസ് ഉണ്ട്. നല്ല ഫിലിമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതിപ്പോ എന്താ പറയാ, എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയും ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്താ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇടയിൽ സീറ്റ് കിട്ടി അങ്ങനെ പറയാം. കാര്യം നമുക്കൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട് സീറ്റൊക്കെ നമുക്ക് കിട്ടിയത്. ഇത്രയും ഹൗസ്ഫുൾ ആയിട്ട് പോകുന്ന ഫിലിമാണ്. അപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും പോയി കാണാം. ഇപ്പൊ എന്തായാലും വെക്കേഷൻ ടൈമാണ്. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. എന്തായാലും ചെയ്യണം. കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത്. എന്തായാലും അപ്പൊ എല്ലാവരും കാണാം. അപ്പൊ ശരി, ബൈ.